നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് ഭൂരിപക്ഷത്തെ നോക്കിയല്ല സഹോദരങ്ങളെ, നാട്ടു നടപ്പ് നോക്കിയല്ല സഹോദരങ്ങളെ. ഉസ്താദുമാരും അതുപോലെ തന്നെ നേതാക്കന്മാരും കാരണവന്മാരും ഏതൊരു മാർഗത്തിലാണോ അത് നോക്കിയല്ല ഇസ്ലാമിനെ നിങ്ങൾ സ്വീകരിക്കേണ്ടത്. മറിച്ച് ഇസ്ലാമിന്റെ പ്രമാണങ്ങളായ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അത് പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് ഭിന്നതകളിൽ നമ്മൾ അഭിപ്രായം സ്വീകരിക്കേണ്ടത്. അല്ലാഹു പറഞ്ഞതായി കാണാം, വഇൻ തുതി അക്സറ മൻ ഫിൽ അർളി യുളില്ലൂക അൻ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, താങ്കളെങ്ങാനും ഭൂമിയിലുള്ള ഭൂരിഭാഗം ആളുകളെയും അനുസരിക്കുകയാണ് എങ്കിൽ യുളില്ലൂക അൻ സബീലില്ലാഹ്, അവരെല്ലാവരും താങ്കളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിവഴപ്പിച്ചു കളയും. ആരാണ് പറയുന്നത്? റബ്ബാണ് പറയുന്നത്. ഭൂരിഭാഗത്തെ നോക്കി നമ്മുടെ സത്യത്തിന് അളന്നു കഴിഞ്ഞാൽ നമ്മൾ വഴികേടിലായിത്തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫമിൻഹും മുഹ്തദിൻ വകസീറും മിൻഹും ഫാസിഖൂൻ. ജനങ്ങളുടെ കൂട്ടത്തിൽ ഹിദായത്ത് ലഭിച്ച ആളുകളുണ്ട്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഹിദായത്തിലായ ആളുകളുണ്ട്. എന്നാൽ വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ ധാരാളം ആളുകളും തെമ്മാടികളാണ് എന്ന് അള്ളാഹു ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഉപേക്ഷിച്ച് ഭൂരിഭാഗം ആളുകളുടെ നിലപാടിലേക്ക് നമ്മൾ തിരിയുക?